ഹാർഡ് വർക്ക് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഡിറ്റർമിനേഷൻ വേണം. നമ്മൾ ഹൗ മച്ച് വി ആർ ടാലന്റ് ഒരു പരിധി വരെയാണ് മാറ്റർ ആവുന്നുള്ളൂ. നമ്മളിപ്പോൾ ടാലന്റ് അയച്ചിട്ട് ഇപ്പോൾ നൈനിഷ് ടാലന്റ് അയച്ചിട്ട് നൈനിഷ് ഇങ്ങനെ എത്രത്തോളം പ്രസന്റബിൾ ആയിട്ട് വീഡിയോ ചെയ്തില്ല, അല്ലെങ്കിൽ സം ടാക്ടിക്കോടെ വീഡിയോ ചെയ്തില്ല, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്തില്ല, പ്രിസിവിയർ ആയിട്ട് വീഡിയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആവില്ല. അതേപോലെ തന്നെ നമ്മളൊരു വ്ളോഗിങ്ങിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ 100% നീതി പുലർത്തുക എന്നുള്ളതാണ്. പിന്നെ അത് ഹാർഡ് വർക്കിലൂടെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ മൊബൈൽ നോക്കിയാൽ ഒരു വീക്കിൽ മിനിമം ഞാൻ 20 to 22 വീഡിയോസ് ചെയ്യും. അത് വീക്കെൻഡിൽ 2 ദിവസത്തിൽ ഞാൻ 14 to 15 വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതും ഒരു സ്ഥലത്തല്ല ഞാൻ പോകുന്നത്. ഞാൻ റാസൽ കൈമയിൽ പോയി അന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു കേരളത്തിൽ എത്ര കിലോമീറ്റർ ഉണ്ട് കേരളം? one side to 800 kilometers across. I might 800 kilometers ഞാൻ ഒരു ദിവസം ഞാനും എൻ്റെ കൂടെ ഉണ്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും. അതിനെക്കാട്ടി ചിലപ്പോൾ ഡ്രൈവ് ചെയ്ത ദിവസങ്ങളുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ അബുദാബിയിൽ നിന്ന് അല്ലൈനിൽ വന്ന് അത് കഴിഞ്ഞിട്ട് ദിബ്ബ എന്ന് പറഞ്ഞ നെതർ എൻഡ് റാസൽ കൈമ അങ്ങനെ എല്ലാ എമിറേറ്റ്സിലും നമ്മൾ കറങ്ങിയ ദിവസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പോൾ ശരിക്കും വന്നിട്ട് നമുക്ക് വെറുതെ ഇരിക്കാം, വീട്ടിൽ വെറുതെ ഇരിക്കുക. എനിക്ക് വീഡിയോ ചെയ്തിട്ട് എനിക്ക് നോർമൽ വീഡിയോസ് ചെയ്താൽ വ്യൂസ് കൂടുതലാണ് പ്രൊമോഷൻ ചെയ്തതിനെ കാട്ടി. ഇപ്പം ഞാൻ നോർമലായിട്ടൊരു വീഡിയോ ചെയ്യുകയാണെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പൈക്കായിട്ട് നല്ല ആളുകൾ കാണും. അങ്ങനത്തെ കോണ്ടന്റ് എന്നോട് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ ആ ജോലി ഉണ്ടല്ലോ, നമ്മൾ വന്ന വഴി അതൊരിക്കലും മറക്കാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഐ എം എൻജോയിങ് ഇറ്റ്. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്.